ഇഡി റെയ്ഡ് നടക്കുന്നത് പിണറായി വിജയന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും കനത്ത വിമർശനം കേൾക്കുന്ന സമയത്താണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നടക്കം പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും CPM-നും പിണറായി വിജയനും ഗോവിന്ദൻ മാഷിനുമെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉയരുന്ന ഒരു സമയത്ത് പിണറായി വിജയൻ അധികാരമോഹിയാണെന്ന് ശക്തമായിട്ടുള്ള വിമർശനം. അതായത് ഈ 2 തവണ മുഖ്യമന്ത്രി ആകുകയും മുൻപ് വൈദ്യുതി മന്ത്രി ആകുകയും CPM-ന്റെ പ്രായപരിധി കഴിഞ്ഞ് 83 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പ്രതിപക്ഷ നേതാവായി നടക്കുന്ന പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇഡിയുടെ റെയ്ഡ് ഉണ്ടാകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡ്. ഒരു വശത്ത് BJP-യെ ശക്തമായി വിമർശിക്കുന്ന CPM, അല്ലെങ്കിൽ CPM-നെ ശക്തമായി വിമർശിക്കുന്ന BJP, ഇവർ രണ്ട് രാഷ്ട്രീയ ധാരയിലാണെങ്കിലും ഇതൊക്കെ സത്യത്തിൽ ഒരു രാഷ്ട്രീയ നടപടി തന്നെയാണോ, അതോ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീലാണോ ഇവിടെ നടക്കുന്നത്? ഇത്തരം ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണം എന്താണോ, ഈ ഇഡി റെയ്ഡ് നടന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഇഡി റെയ്ഡ് നടക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഇഡി റെയ്ഡ് നടക്കുന്നത് പിണറായി വിജയന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും കനത്ത വിമർശനം കേൾക്കുന്ന സമയത്താണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നടക്കം പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും CPM-നും പിണറായി വിജയനും ഗോവിന്ദൻ മാഷിനുമെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉയരുന്ന ഒരു സമയത്ത് പിണറായി വിജയൻ അധികാരമോഹിയാണെന്ന് ശക്തമായിട്ടുള്ള വിമർശനം. അതായത് ഈ 2 തവണ മുഖ്യമന്ത്രി ആകുകയും മുൻപ് വൈദ്യുതി മന്ത്രി ആകുകയും CPM-ന്റെ പ്രായപരിധി കഴിഞ്ഞ് 83 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പ്രതിപക്ഷ നേതാവായി നടക്കുന്ന പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇഡിയുടെ റെയ്ഡ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? കേരളത്തിലെ ഹോട്ട് ടോപ്പിക്, രാഷ്ട്രീയപരമായിട്ടുള്ള ഹോട്ട് ടോപ്പിക് എന്തായി? പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് എന്നതായി. സാധാരണ പുറത്തു നിന്നുള്ള ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ CPM പൊതുവെ ഉപയോഗിക്കുന്നത് പാർട്ടിയുടെ സംഘടനാ ശക്തിയാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരു സംഘടനാ ശക്തി CPM ഇല്ല. അതിന്റെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ്. പിണറായി വിജയനെതിരെ CPM-ന്റെ വലിയൊരു വിഭാഗം ശക്തമായ എതിർപ്പുമായി രംഗത്തുണ്ട്. അധികാരത്തിലുള്ള ആക്രാന്തം കൊണ്ട് അയാളെ ഈ അള്ളിപ്പിടിച്ചിരുത്താൻ കണ്ടിട്ട് പാർട്ടിയിലെ വലിയൊരു വിഭാഗം വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ജനങ്ങൾ ശക്തമായിട്ട് പിണറായി വിജയനെതിരെയുണ്ട്. പാർട്ടിക്കാർ മാത്രമല്ല, പൊതുജനങ്ങളും ശക്തമായിട്ടാണ് പിണറായി വിജയനെതിരെ നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും പിണറായി വിജയന് പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും എല്ലാ മേഖലയിലും ശക്തമായിട്ടുള്ള എതിർപ്പ്. ഈ അധികാരമോഹിനി ഞങ്ങളെ പാർട്ടിക്കൊരു ഭാരമാണ്. പാർട്ടിയുടെ പ്രായപരിധിയായ 75 വയസ്സ് കഴിഞ്ഞിട്ടും അള്ളിപ്പിടിച്ച് അധികാരത്തിൽ ഇരിക്കുന്ന ഇയാളെ ഞങ്ങൾക്ക് വേണ്ട, ഇയാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും പാർട്ടിക്കകത്ത് നിന്ന് പോലും വിമർശനമുള്ള ഈ സമയത്താണ് ഇഡി റെയ്ഡ് നടക്കുന്നത്. നിങ്ങൾ ഓർക്കണം, പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനാണ് തങ്ങളുടെ പാർലമെന്ററി പാർട്ടിയെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന നേതാവ് എന്ന് പറയുന്നത്. CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് അപമാനകരമാണ്. അവർക്ക് നാലാളുടെ ഇടയിൽ പറയാൻ പറ്റുന്ന നാണക്കേട്. പിണറായി വിജയനെ എതിർക്കാൻ അയാളുടെ പിന്നാലെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടറിമാർക്ക് എല്ലാവർക്കും ഭയം. എന്തിന്, സംസ്ഥാന സെക്രട്ടറിക്ക് പോലും കടുത്ത വിമർശനം പാർട്ടിക്കകത്തു നിന്ന്. ഈ അവസരത്തിലാണ് ഇഡിയുടെ രംഗപ്രവേശനം. നിങ്ങൾ ഓർക്കണം, ഇഡി ഒന്നോടുകൂടി എന്തായി? പിണറായി വിജയനെ രാഷ്ട്രീയപരമായിട്ട് വേട്ടയാടാൻ BJP ശ്രമിക്കുന്നു എന്നൊരു നെഗറ്റീവ് കൊണ്ടുവരാൻ CPM-ന് സാധിച്ചു. ഇതോടെ എന്തായി? സോഷ്യൽ മീഡിയയിലും ചർച്ചകളിലുമൊക്കെ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതികാരം എന്ന രീതിയിൽ ഈ നെഗറ്റീവ് മാറ്റാൻ ഇവർക്ക് സാധിച്ചു. ഇത്തരം സാഹചര്യം തന്നെയാണ് ഇതിലൊക്കെ ചില സംശയങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുന്ന ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉള്ളത്. എന്താണെന്നറിയോ? കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം നടപടികൾ ഒരു അഴിമതി വിരുദ്ധ വികാരമൊന്നുമല്ല. നേരെ മറിച്ച് രാഷ്ട്രീയപരമായിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന പിണറായി വിജയനെ ഒന്ന് റീബൂസ്റ്റ് ചെയ്യാൻ ആരൊക്കെയോ എഴുതിക്കൂട്ടിയ ഒരു തിരക്കഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് കേട്ട പോലെ രാഷ്ട്രീയ വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടോ? ഗോവിന്ദൻ മാഷിനെതിരെ രാഷ്ട്രീയ വിമർശനങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടോ? എവിടെ പോയി ഈ വിമർശനങ്ങൾ ഒരു ദിവസം കൊണ്ട്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന പിറ്റേ ദിവസം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് CPM-ഉം അതിന്റെ നേതാക്കളും കടുത്ത രീതിയിലുള്ള വിമർശനം. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ അധികാര ആക്രാന്തത്തെ കുറിച്ചുള്ള വിമർശനം.
ഇപ്പൊ നമ്മൾ അത് എവിടെയും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ എന്താ കേൾക്കുന്നത്? CPM-നെ വേട്ടയാടുന്നു എന്നുള്ളൊരു വർത്താനാണ് കേൾക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താ അറിയോ? CPM പ്രവർത്തകർക്കുള്ളിൽ CPM-നോട് അനുകൂലമായിട്ടുള്ള ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാരുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വോട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ആ വോട്ടർമാർക്കുള്ളിൽ പിണറായിയെ മനഃപൂർവ്വം വേട്ടയാടുകയാണ് എന്നുള്ളൊരു വികാരം ഉണ്ടാക്കാനാണ് ഇത്തരം റെയ്ഡ് കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 5 മണിക്ക് 82 വയസ്സുള്ള പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് ചെയ്യുന്നു. പിണറായി വിജയൻ എന്താ കാര്യം? ഈ കേസിൽ പിണറായി വിജയൻ എന്തെങ്കിലും റോളുണ്ടോ? എന്തെങ്കിലും പങ്കുണ്ടോ? എന്താ കിട്ടി? ഇവർ ഈ 12 കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത്, ഞാൻ ഈ മലയാള ഭാഷ ഇപ്പം മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നത്, ഞാൻ അത് പറയുന്നത് എന്ത് കിട്ടിയെന്നുള്ളത് അല്ല, ഞാൻ മര്യാദയ്ക്ക് പറയാം. എന്ത് കിട്ടി? സത്യത്തിൽ അതിനെ പറ്റി പറയേണ്ടത് നല്ല നാടൻ ഭാഷയിലാണ് മറുപടി പറയേണ്ടത്. എന്തായാലും കിട്ടിയ എല്ലാ ട്രേഡും കഴിഞ്ഞ് എഴുതി കൊടുത്തു. ഒന്നും കിട്ടിയില്ല. എന്തിനാണ് ഇത് ചെയ്തത്? കള്ളക്കേസും ഇഡി റെയ്ഡ്, പണ്ടും ഞങ്ങൾ കണ്ടവരാണ്. കള്ളക്കേസും ലോക്കപ്പ്, നിഷേധിക്കുക നാട്ടാരെ. നമ്മുടെ മുന്നിൽ മുഖ്യമന്ത്രി ഈ ജാതി തന്ത്രമൊക്കെ CPM മുൻകാലങ്ങളിലും പയറ്റിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ എത്രത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുക അറിയോ? അടിച്ചമർത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ് CPM എന്നുള്ള തോന്നല് ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ പ്രവർത്തകരിലെങ്കിലും ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ലക്ഷ്യം. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ചിന്ത പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഐക്യമുണ്ടാക്കും. ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ അധികാര കൊതിക്കെതിരെയുള്ള പാർട്ടിക്കകത്തുള്ള വികാരം അത് നേരെ മറിച്ച് അയാളെ പിന്തുണക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സംശയം, ഈ റെയ്ഡ് സത്യത്തിൽ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള ഒരു നടപടിയാണോ അതോ അവരെ സഹായിക്കാനുള്ള ഒരു നീക്കമാണോ എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ BJP അത്ര വലിയ ശക്തിയൊന്നുമില്ല. ഇത്തവണ 3 സീറ്റൊക്കെ നേടിയിട്ടുണ്ട്, അതൊക്കെ വലിയ കാര്യം തന്നെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ BJPന്റെ വോട്ട് എന്ന് പറയുന്നത് എവിടുന്ന് വരുന്ന വോട്ടാണ്? സ്വാഭാവികമായിട്ടും ഈ വരേണ്യ വിഭാഗത്തിൽ നിന്ന്. വരേണ്യ വിഭാഗത്തിന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി UDF-ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്കാണ്. അത് പൊതുവെ ഇത്തവണ അതിൽ വളരെ കുറച്ച് ശതമാനം വോട്ടുകൾ ഇപ്പോൾ BJPക്ക് ആയിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണെങ്കിൽ BJP ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കോൺഗ്രസിനെതിരെ നിലവിലെ മന്ത്രിസഭക്കെതിരെ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തേണ്ടി. അതല്ലല്ലോ ചെയ്തത്. എന്തുകൊണ്ടാണ് CPM-നെ സെലക്ട് ചെയ്തത്? സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ പക തീർക്കൽ എന്നുള്ള രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ CPM അണികൾക്കിടയിൽ പിണറായി വിജയനെതിരെ ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിരവധി തവണ അത് കണ്ടതാണ്. പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും മരുമകനെതിരെയും, മന്ത്രിയായിരുന്ന മരുമകനെതിരെയും കുടുംബവാഴ്ചയാണെന്നും അധികാരത്തിന്റെ ആക്രാന്തമാണെന്നുള്ള പാർട്ടിക്കകത്തുള്ള ശക്തമായ വിമർശനം നിലനിൽക്കുന്ന ഈ സമയത്ത് എന്തിനാണ് കേന്ദ്ര ഏജൻസിയുടെ പിണറായി വിജയനെതിരെയുള്ള ഈ നടപടി? ഇത് തന്നെയാണ് ഇവിടെ സംശയം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് UDF-നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. UDF-നെ ദുർബലപ്പെടുത്തുക. അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ പല പാർട്ടികളെല്ലാം UDF മുന്നണിയെ ദുർബലമാക്കുക എന്നതാണ് അവരുടെ പ്രഥമ പരിഗണന. സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ട് CPM-മായി ഒരു രഹസ്യ ധാരണ BJPക്ക് നിലവിലുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതിന് വ്യക്തമായിട്ട് തെളിവുകളൊന്നുമില്ല. പക്ഷെ ഇത്തരം ഒരു സംശയം വോട്ടർമാർക്കിടയിൽ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാർക്കിടയിൽ സ്വാഭാവികമായിട്ടുണ്ട്. അതാണോ ഈ റെയ്ഡിന് പിന്നിൽ വർക്ക് ചെയ്തത് എന്നാണ് ആളുകൾ ഇപ്പോൾ സംശയിക്കുന്നത്. മുൻകാലങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടായാലും സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയ പകവീട്ടിലായിട്ടാണ് എല്ലാവരും കണക്കാക്കുക. പക്ഷെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ അതല്ല. CPM-ന് അകത്ത് പോലും സംശയമാണ്, ഞങ്ങളെയും കൂടി ഇയാൾ പറ്റിക്കുകയാണോ എന്നുള്ളത്. അങ്ങനെ സംശയിക്കുന്നില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇയാൾക്ക് സ്വന്തം പാർട്ടി പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഗതി വരുന്നത്. ആ അവസരത്തിലാണ് പിണറായി വിജയൻ വിക്ടിം കളിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഇമോഷൻ, ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന ആളുകളിൽ ഒരു ഇമോഷൻ ഉണ്ടാക്കും. അത് ഇയാൾക്ക് അനുകൂലമാവും. ഇത് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇത്ര വലിയ റെയ്ഡ് നടന്നിട്ട് എന്താണ് തുടർ നടപടി ഉണ്ടായത്? പിണറായി വിജയനെതിരെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി
ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിഷ്പക്ഷമായിട്ടുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്ന ഇഡി റെയ്ഡ് മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, എന്താണ് ഇഡി റെയ്ഡിന് ശേഷം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു ഇഡി റെയ്ഡ്? അങ്ങനെ ആരെയും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-നെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും ശക്തമായിട്ടുള്ള വികാരം ഇപ്പോഴും ഉണ്ട്. ഇഡി റെയ്ഡ് കൊണ്ട് അതിനെ മറികടക്കാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിങ്ങളെ പാർട്ടിക്കാരെ മണ്ടന്മാരാക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിച്ചേക്കാം, പക്ഷെ പൊതുജനങ്ങളെ മണ്ടന്മാരാക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ സ്വപ്നം കാണണ്ട. കേന്ദ്ര വേട്ടയാടൽ എന്നുള്ള വികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് നിങ്ങളെ അണികളെ പോലും പറ്റിക്കാൻ സാധിക്കും? പൊതുജനങ്ങളെ ദീർഘകാലം എന്തായാലും നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കില്ല. ഇതിനോടകം തന്നെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങി. ഇനി CPM-ന്റെ അണികളുടെ കാര്യം എടുത്താലോ, അവരെയും ദീർഘകാലമൊന്നും പറ്റിക്കാൻ പറ്റില്ല. എല്ലാവരും ചോറല്ലേ തിന്നുന്നത്. എത്ര കാലം ഇങ്ങനെ പറ്റിച്ച് ഒരു വിക്ടിം കാർഡൊക്കെ കളിച്ച് ഇങ്ങനെ നേതാവായി അധികാരത്തിൽ കടിച്ചു തൂങ്ങി ആക്രാന്തം കാണിച്ച് നടക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിക്ക്. നിലവിൽ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിസങ്കീർണമാണ്. CPM BJP സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. BJP പറയുന്നത് എന്താ? അഴിമതിക്കെതിരെ ഞങ്ങൾ പോരാടുന്നു എന്നാണ്. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോഴും പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ രണ്ട് കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. റെയ്ഡുകൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? പിണറായി വിജയനെതിരെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചോ? എന്തിനായിരുന്നു ഈ രാഷ്ട്രീയ നാടകം? പൊതുജനങ്ങളെ എത്ര കാലം നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ സാധിക്കും? നിങ്ങളെ പാർട്ടിക്കാരെ ഒരു നിശ്ചിത കാലത്തേക്ക് നിങ്ങൾക്ക് വിഡ്ഢികളാക്കിക്കൊണ്ട് നിലനിർത്താനും നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മാത്രമല്ല അധികാരത്തിനോടുള്ള ആക്രാന്തം എന്ന് തുടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് CPM-ന് ഇതുകൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്നാണോ CPM സ്വപ്നം കാണുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾ വിഡ്ഢികളാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളെ പാർട്ടിക്കാരൊക്കെ മണ്ടന്മാരാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എത്ര കാലം നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടിക്കാരടക്കമുള്ള പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധിക്കും? ഇത്തരം കുമ്പളങ്ങ നാടകങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെയോ മറ്റു കാര്യങ്ങളെയോ മറികടക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും CPM മനസ്സിലാക്കണം. പിണറായി വിജയൻ എന്നത് അധികാര കൊതിയനാണ്, അതിലെന്താണ് സംശയം? പാർട്ടിക്കകത്തു പോലും ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അത് അധികാര കൊതിയനല്ല എന്ന് സ്ഥാപിക്കാനാണോ ഈ നാടകം കളിച്ചത്? ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? എന്തായാലും അവസാനമായിട്ട് ഒരു കാര്യമേ പറയാനുള്ളൂ. CPM അണികളെ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെ ഒരുപാട് കാലം പറ്റിക്കാനും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാമെന്ന വ്യാമോഹമൊക്കെ ഉപേക്ഷിക്കുന്നതാവും ഏറ്റവും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളെ പാർട്ടിക്കാരെ നിങ്ങൾ മണ്ടന്മാരാക്കിക്കോളൂ, പക്ഷെ പൊതുജനങ്ങളെ ഒരിക്കലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.